നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഋതുവും രാജമ്മയും കൂടെ ക്ലിനിക്കിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങുവാണ്. ഋതു ഓട്ടോക്കാരന് പണം കൊടുത്തു. ബാക്കിന്ന് പറഞ്ഞു കഴിയുമ്പത്തിനും അയാൾ ഓട്ടോ എടുത്തോണ്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു. ബാക്കി പൈസ കിട്ടിയില്ല രാജമ്മ ചേച്ചി, അതും കൊണ്ട് പോട്ടെ മോളെ, അതൊന്നും അല്ലല്ലോ ഇപ്പൊ നമുക്ക് പ്രധാനം എന്ന് പറഞ്ഞു. അങ്ങനെ ഋതുവിന്റെ കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് പല്ലവി ശ്രീഹരിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവർ നോക്കിക്കഴിഞ്ഞപ്പോ ഋതു അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ ശ്രീഹരി നമുക്ക് പോകാമെന്നും പറഞ്ഞ് അവരും ഓട്ടോറിക്ഷ ഇട്ടിട്ട് അവരുടെ പിന്നാലെ പോവാണ്. അതേ സമയത്ത് സേതു ലക്ഷ്മി അമ്മയും കൊണ്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ലക്ഷ്മി അമ്മയുടെ പൊന്നുമടത്തിലെ വാസം അവസാനിപ്പിച്ചു, ഇന്നു മുതൽ അവിടെ കഴിയണ്ട എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മയും കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. പിന്നീട് ഒരു സ്ഥലത്ത് കാറ് നിർത്തിയിട്ട് പല്ലവിയെ വിളിക്കുകയാണ് സേതു. അപ്പോഴേക്കും പല്ലവി കോളെടുത്ത് എന്താ സേതുട്ടെ പതുക്കെയാണ് സംസാരിക്കുന്നത്. അല്ല നീ ഇത് എവിടെയാന്ന് ചോദിച്ചു. അതെ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിലാ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം. അമ്മയും കൂട്ടിക്കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോന്നു. അമ്മയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, സേതുവേട്ട ഞാൻ കുറച്ച് തിരക്കില്ല, നീ ഇന്ന് കോളേജിലേക്ക് പോകണ്ട. ഞാൻ കോളേജിലേക്കല്ല വന്നേ, വേറൊരു സ്ഥലത്താന്ന് പറഞ്ഞു. അതെ, ഇവിടുത്തെ കാര്യം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു. ശരി ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എവിടെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഹൈവേ റോഡിന്റെ അടുത്തുള്ള ആ ബൈപ്പാസിന്റെ അവിടെ കാർ നിർത്തിയിട്ടുണ്ട്, അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി, കാര്യം സേതുവിന് മനസ്സിലായി ഒരു കാര്യമില്ലാതെ പല്ലവി അങ്ങനെ പറയില്ലെന്ന്. എന്തേലും അത്യാവശ്യമായിട്ടുള്ള കാര്യം കാണുമായിരിക്കും, അതായിരിക്കും അവള് വരാൻ താമസിക്കുമെന്ന് പറഞ്ഞേ. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ സേതുവിന്റെ ഫോണിലേക്ക് മയൂരിയുടെ കോള് വരുവാണ്. പിന്നീട് മയൂരി ചോദിച്ചു, സേതുവേട്ട സംസാരിക്കാൻ പറ്റുമോ എപ്പോഴെന്ന് ചോദിച്ചു. അതിനെന്താ, മോള് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് ഇച്ചിരി അങ്ങോട്ട് മാറി പോവാണ്. അങ്ങനെ മയൂരി കുറെ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് സേതു പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് സേതു കോള് കട്ട് ചെയ്തു. കാരണം അവർ തമ്മിൽ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് രാജലക്ഷ്മി പൊന്നുമടത്തിലേക്ക് വരുവാണ്. പൂർണിമയെ കണ്ടുകഴിഞ്ഞപ്പോ രാജലക്ഷ്മി പറഞ്ഞു, ഓ എന്നെ ഇവിടെ വിചാരിച്ചില്ലല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ പൂർണിമ പറഞ്ഞു, രാജലക്ഷ്മിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം രാജലക്ഷ്മി അത്രയ്ക്ക് വിഡ്ഢിയൊന്നും അല്ലാന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രാജലക്ഷ്മി ചോദിച്ചു, അല്ല എന്താ പൂർണിമ എന്നോട് വരാൻ പറഞ്ഞ എന്താ? പൂർണിമ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഇവിടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ പൂർണിമ പറഞ്ഞു, നിങ്ങളുടെ മകൻ തന്നെയല്ലേ ഇന്ദ്രൻ? അതെ, അതെന്താ പൂർണ്ണിമയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് ചോദിച്ചു. അല്ല, അവനെ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ അടിച്ചിറക്കി വിട്ടല്ലോ. അങ്ങനെ അടിച്ചിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ എങ്ങോട്ട് പോകും നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അവൻ പൊന്നുമടത്തിലേക്ക് വന്നു കാണുമെന്നും അറിയാം. അതിലെ നിങ്ങൾ പിന്നെ അവനെ കുറിച്ച് അന്വേഷിക്കായിരുന്നേ. എന്താ രാജലക്ഷ്മി, അല്ല എന്താ പൂർണ്ണിമ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. അത് പിന്നെ അവനെ ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ, അവന് ഈ കുടുംബത്തോട് ചെയ്ത ദ്രോഹം എന്താന്ന്. അങ്ങനെയുള്ള അവൻ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഇവിടെ കയറ്റി ഞങ്ങൾ പാർപ്പിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും രാജലക്ഷ്മി ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി വന്നിട്ടുണ്ടെങ്കിൽ രാജലക്ഷ്മിക്ക് അറിയാം ഒരു പക്ഷേങ്കിൽ ഇന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുമെന്ന്. ഇല്ലെങ്കിൽ രാജലക്ഷ്മി വന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമെന്ന് അറിയാം ഇന്ദ്രന്റെ കാര്യത്തിൽ. ചിലപ്പോൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമെന്ന് അറിയാം. രാജലക്ഷ്മി ആ വീട്ടിൽ നിന്ന് ഇന്ദ്രനെ പറഞ്ഞു വിടണമെങ്കിൽ അതിന് തക്കതായൊരു കാരണം ഉണ്ടായിട്ടുണ്ട്. പെറ്റമ്മ പോലും അവനെ വെറുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതുപോലത്തെ പരിപാടി രാജലക്ഷ്മിക്ക് തന്നു കാണും, നല്ല പണി തന്നു കാണും. ശരിയല്ലേന്ന് ചോദിച്ചു. രാജലക്ഷ്മി ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. ആ സമയത്ത് പൂർണ്ണം പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇന്ദ്രനെ കൊണ്ട് നിങ്ങൾ ശരിക്കും എടുത്തു, എന്നിട്ട് ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുമല്ലേ, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജലക്ഷ്മി ഓർത്തു, എന്തൊക്കെ വന്നാലും ശരി ഇനി അവനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രശ്നമില്ല വീട്ടിലേക്ക്. അവൻ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് രാജലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇതേ സമയത്ത് സ്വാതിയും അഖിലും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ സ്വാതിയോട് അഖിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാധവമേനോ മരിച്ചത് എങ്ങനെയാന്ന്. അങ്ങനെ അതിനെക്കുറിച്ച് സ്വാതി ഇങ്ങനെ പറയണം, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. ഒന്നുമല്ലേലും അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ, അപ്പൊ പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കഥകളൊക്കെ പറയണേ. സേതുവേടനെ കുറിച്ചും അതിനെക്കുറിച്ചെല്ലാം പറയണം. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അച്ഛന് ഭയങ്കര പ്രഷറായിരുന്നു സേതുവേട്ടന്. കാരണം 2 കുടിയിലുള്ള മക്കളല്ലേ, അതും പോരാഞ്ഞിട്ട് അച്ഛനും സേതുവേട്ടനും കൂടെ എപ്പോഴും വഴക്കായിരുന്നു. കാരണം സേതുവേട്ടന് അച്ഛനെ ഇഷ്ടമില്ലായിരുന്നു. അച്ഛനാണ് സേതുവേട്ടന് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. അമ്മയ്ക്ക് സേതുവേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നേ. അല്ല, അച്ഛന് ശത്രുക്കളല്ലോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ശത്രുക്കൾ അങ്ങനെ അറിയില്ല. പ്രതാപനങ്ങളും കുറുപ്പങ്ങളും ഒക്കെ ഇടയ്ക്ക് വന്ന് വീട്ടിൽ വന്ന് സംസാരിക്കുന്നതാണ്. അവരൊക്കെ മാറി നിന്ന് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്താ ഏതെങ്ങനെ ഞങ്ങളൊന്നും ചോദിക്കാനൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസമാണ് അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം സേതുവേട്ടൻ വീട്ടിലേക്ക് വന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് 16 കഴിഞ്ഞ് സേതുവേട്ടൻ വീട് വിട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ വിൽപ്പത്രം വരുന്നത്. ആ വിൽപ്പത്രം അനുസരിച്ച് സേതുവേട്ടനായിരുന്നു വീട്ടിലെ സ്ഥാനം. അതുകൊണ്ട് പിന്നെ സേതുവേട്ടന് വീട്ടിൽ നിന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ സേതുവേട്ടനെ അംഗീകരിച്ചു.
ഈ പറയുന്ന എന്റെ ചേച്ചിമാർക്ക് സേതുവേട്ടനെ ആദ്യമൊന്നും കണ്ണെടുത്ത കാണത്തില്ലായിരുന്നു പറഞ്ഞു. ആർക്കാ? ഹൃദയക്കോ അവന്തയ്ക്കോ ആണെന്ന് ചോദിച്ചു. ഓഹോ, അപ്പൊ ചേച്ചിമാരുടെ പേരെല്ലാം അറിയാല്ലേ? അതെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം, പറഞ്ഞല്ലോ ഞാന്. ആ കുടുംബത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും എനിക്കറിയാന്ന് പറഞ്ഞല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പം സ്വാതി പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കും, അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ച് കുറേ സമയം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അഖില് പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, ഇനി എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാലെന്ന് ചോദിച്ചു. ശരി പറയാം, അത് എൻ്റെ പൈസ കൊടുക്കാനല്ല, താൻ പൈസ കൊടുക്കുമെന്ന് സ്വാതിയോട് ചോദിച്ചു. ശരി ശരി, ഞാൻ കൊടുത്തോളാന്ന് പറയണ. അങ്ങനെ വെയിറ്ററെ വിളിച്ച് കഴിക്കാനുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്യുവാണ് അഖില്. സ്വാതിക്കാണെങ്കിൽ അഖിലിനോട് വേറെ പ്രത്യേകിച്ച് നീരസമൊന്നും തോന്നിയില്ല. അച്ഛൻ്റെ കൂട്ടുകാരൻ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ആ ഒരു ചിന്തയായിരുന്നു സ്വാതിയുടെ മനസ്സിൽ. ഇതേ സമയത്ത് ആ നഴ്സിംഗ് ഹോമിലെ ഡോക്ടർ 2-3 ഗുണ്ടകൾ സമയത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ദേ അവളെയും കൊണ്ട് ഇപ്പം തന്നെ രാജമ്മ ഇങ്ങോട്ടേക്ക് വരും, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, കൃത്യമായിട്ടുള്ള പണവും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ഏറ്റു ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അതിന് വരുന്ന ശബ്ദം കേട്ട് അവരാന്ന് തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ 2-3 പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആ ഡോക്ടർ ഒന്ന് അന്താളിച്ചു പോയി. ഡോക്ടർ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ? നേഴ്സിംഗ് ഹോമിന്റെ മറവില് അനാശാസ്യമല്ലേ? എടി നിന്നെയൊക്കെ ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് ചോദിച്ചോണ്ട് അവിടെയുള്ള ഒരു ഗുണ്ടയുടെ കർണത്തൊന്ന് പൊട്ടിക്കുകയാണ്. എല്ലാരും കൂടെ കൂട്ട് എന്നിട്ട് പാമ്പ് പിടിച്ച പെൺകുട്ടികളെ ചതിച്ച് വലയിലാക്കുകയോ ചെയ്യുന്നല്ലേന്ന് ചോദിച്ചു. ഈ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോഴേക്കുമാണ് ഋതുവും രാജമ്മയും കൂടെ അകത്തേക്ക് വരാനായിട്ട് അങ്ങ് നടന്നു വരുന്നത്. അപ്പോഴേക്കും പല്ലവി പിന്നീന്ന് വിളിച്ചു. ഋതു എന്ന് വിളിക്കുകയാണ്. ഋതു തിരിഞ്ഞു നോക്കി. ഋതു തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പെട്ടെന്ന് രാജമ്മ വെച്ചു, കൊച്ചിന് അവനെ അറിയാവുന്നതാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എങ്കിൽ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് പിടിച്ച് വലിക്കുകയാണ്. പക്ഷേ എങ്കില് പല്ലവിയും ശ്രീഹരി പിന്നാലെ വന്നു. ഒടുവിലെ രാജമ്മ ഋതുവിന്റെ കൈയും പിടിച്ച് വലിച്ചോണ്ട് ഓടി ഡോക്ടറെ മുറിയിലേക്ക് കയറുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പോലീസുകാരൊക്കെ നിൽക്കുന്ന പിന്നാലെ തന്നെ ശ്രീഹരി പല്ലവി ഉണ്ടായിരുന്നു. പോലീസുകാരെ കണ്ടപ്പോൾ രാജമ്മ ഒന്ന് പതറി. ആ സമയം പോലീസുകാരൻ വന്നിട്ട് രാജമ്മയോട് ചോദിച്ചു, നിങ്ങളാണല്ലേ രാജമ്മയെന്ന് ചോദിച്ചു. അതെ സാറേ. നിങ്ങളാൾ കൊള്ളാലോ, പെൺകുട്ടികളേക്ക് എത്തിച്ചു കൊടുക്കുക. നഴ്സിംഗ് ഹോമിന്റെ മറവിൽ അനാശാസ്യം നടത്തുന്നതിൽ നിങ്ങൾക്കും പങ്കുണ്ടല്ലോ. അയ്യോ സാറേ, ഒരബദ്ധം പറ്റിയതാ. നിങ്ങളുടെ അബദ്ധം എന്ന് പറഞ്ഞ് കൈ നോക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. എല്ലാത്തിനെയും പിടിച്ച് ജീപ്പിലേക്ക് കയറ്റിടോന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഋതു വല്ലാത്തൊരു പേടിയോടുകൂടി പല്ലവിയെ നോക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാരൻ വന്നിട്ട്, എൻ്റെ കൊച്ചെ ആരെങ്കിലും എന്തേലും പറഞ്ഞു കേട്ടാ ആ പിന്നാലെ ഇങ്ങോട്ട് പോന്നോളൂ അല്ലേന്നൊക്കെ ഋതുവിനോട് ചോദിക്കുകയാണ്. ഋതു ഒന്നും മിണ്ടിയില്ല. ആ സമയം പോലീസുകാരൻ്റെ പല്ലവി പറഞ്ഞു, സാറേ ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന കേൾക്കാനൊരു ദയവുണ്ടാവണം എന്നൊക്കെ പറയണം. അത് കേട്ട് ഞാൻ പോലീസുകാരൻ പറഞ്ഞു, ശരി ശരി, എന്നാ പറ, എന്താന്ന് വെച്ചാൽ പറയാനൊക്കെ പറയണം. ഇതേ സമയത്ത് പൂർണിമ രാജലക്ഷ്മിയോട് പറഞ്ഞു, രാജലക്ഷ്മി ഇന്ദ്രൻ ഇവിടെയുണ്ട്, നിങ്ങൾ ഇന്ദ്രനെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. രാജലക്ഷ്മി പറഞ്ഞു, പൂർണിമ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇന്ദ്രനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ തയ്യാറാവില്ല. അവനെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. അവനെ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ പൂർണ്ണിമ വെച്ചു, നിങ്ങളുടെ മകനല്ലേ അവന്, അപ്പൊ അവന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കല്ലേന്ന് ചോദിച്ചു. ശരി, സമ്മതിച്ചു, ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഋതു അവനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞല്ലേ, ഋതുവിനെയും കുട്ടി അവനവിടെ ഒന്ന് താമസിച്ചോട്ടെ. അങ്ങനെ താമസിച്ച എനിക്ക് വിരോധമില്ല, അല്ലാതെ അവൻ തനിച്ച് അവിടെ ഒന്ന് കഴിയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇന്ദ്രൻ അവിടേക്ക് ഇറങ്ങി വരുന്നത്. ഇന്ദ്രൻ പകുതി സ്റ്റെയർ കേസ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് താഴ്ന്ന അവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടത്. പെട്ടെന്ന് ഇന്ദ്രൻ അവിടെ ഒന്ന് താഴേക്ക് ഇറങ്ങി പോകാതെ ആ സമയത്ത് രാജലക്ഷ്മിയോട് പൂർണ്ണിമ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ദ്രനെ വിളിക്കാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, അവനെ വിളിക്കുമൊന്നും വേണ്ട, അവനെ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല, ദൈവത്തെ ഓർത്ത് അവനെ വിളിക്കാതിരുന്നാൽ മതി. എനിക്ക് അവന്റെ മുഖം പോലും കാണണ്ട, അവന്റെ മാത്രമല്ല ആ ഋതു എന്ന് പറയുന്നവളുടെ. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, ഋതു കൂടി ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എങ്കിൽ കുറച്ച് സമാധാനമായി. അവൻ കാരണം ഞാൻ കുറെ അനുഭവിച്ചാ. അതെ, അവസാന കാലത്ത് വെള്ളം തരാനായിട്ട് എനിക്ക് വിശ്വം മാത്രമേ ഉള്ളൂ. അവൻ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇല്ലാതാകും. വെറുതെ എന്തിനാ എന്റെ സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടെയുള്ള ജീവിതം നശിപ്പിക്കുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അവനിവിടെ തന്നെ നിൽക്കട്ടെ, നിങ്ങൾക്ക് എന്ത് വെള്ളം തീരുമാനിക്കാം. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട, അവന്റെ കൈയും കാലും കുച്ചി കെട്ടി ഞങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിൽ കൊണ്ടേ ഇടൂന്ന് പറഞ്ഞു. രാജേഷ് പറഞ്ഞു, അങ്ങനെ കൊണ്ടിട്ടാലും അവനെ അകത്ത് കയറ്റാൻ ഞാൻ കൂട്ടാക്കത്തില്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഞാൻ അവനെ കയറ്റത്തില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുക. കാരണം അവൻ ഇവിടെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയാ നിൽക്കുന്നെങ്കിൽ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വെക്ക്, ദൈവത്തെ ഓർത്ത് എന്നെ ശല്യപ്പെടുത്തലെന്നും പറഞ്ഞുകൊണ്ട് രാജേഷ്മി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് അച്ചു സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് വരുമ്പോഴത്തേനും ഇന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? കേട്ടല്ലോ, പെറ്റ തള്ളയ്ക്ക് പോലും വേണ്ട, ഇനിയെങ്കിലും ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കടാ ഇന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് അച്ചു അങ്ങോട്ട് കയറിപ്പോയി. ഇന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇന്ദ്രൻ നിൽക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.